ഇന്നലെ അനുമോളും രണയും തമ്മിലുണ്ടായ ഫൈറ്റിൽ തീർച്ചയായിട്ടും അനുമോളുടെ ഭാഗത്ത് മിസ്റ്റേക്സ് ഉണ്ട് എന്നുള്ളത് നമ്മൾ ഇന്നലത്തെ വീഡിയോകളിൽ തന്നെ പറഞ്ഞതാണ്. കാരണം രണ ഫാത്തിമയുടെ ഫാമിലിയിലേക്ക് ആദ്യം പോയത് അനുവാണ്. തിരിച്ച് രണ പറഞ്ഞുവെങ്കിൽ പോലും പിന്നെ ഏജിന്റെ ഒരു മെച്യൂരിറ്റി ഒക്കെ അനുമോൾക്ക് ഇന്നലെ കാണിക്കാമായിരുന്നു. രണ ഫാത്തിമ 19 വയസ്സുള്ള കുട്ടിയാണെന്ന് പറയുമ്പോൾ 10-28-30 വയസ്സായ അനുവിന് അവരുടെ ഏജിന്റെ മെച്യൂരിറ്റി കാണിക്കാമായിരുന്നു. ആ മെച്യൂരിറ്റി ഇന്നലെ അനു കാണിച്ചിട്ടില്ല. ഇമ്മച്യൂർ ആയിട്ടാണ് ഇന്നലെ ആ ഒരു വിഷയത്തിൽ അനുവും പ്രതികരിച്ചത് എന്നത് തന്നെയാണ് പൊതുവായ എൻ്റെ അഭിപ്രായം. പക്ഷേ ഇന്നലെ ആ ഒരു വഴക്കിന് കാരണക്കാരിയായത് രണ ഫാത്തിമയായിരുന്നു. പലതവണ അനു പറഞ്ഞിട്ടും അങ്ങോട്ട് പോയിട്ട് ഇറിറ്റേറ്റ് ചെയ്തുകൊണ്ടേയിരുന്നു. അവിടം കൊണ്ട് നിർത്തിയില്ലെന്ന് മാത്രമല്ല, പിന്നീട് രണ ഫാത്തിമയുടെ നമ്മൾ എപ്പോഴും പറയുന്ന കോപ്രായങ്ങൾ, ഗോഷ്ടികൾ, ഇത് എപ്പോഴും മറ്റുള്ളവരെ ഭയങ്കരമായിട്ട് ഇറിറ്റേറ്റ് ചെയ്യുന്നതാണല്ലോ. അപ്പൊ ഇന്നലെ അതിനിടയിൽ രണ ഫാത്തിമ ചപ്പാത്തി കള്ളി എന്ന് അനുമോളെ വിളിച്ചു. അത് വളരെ മോശമായി പോയി. കാരണം അനുമോള് ചെയ്യാത്ത ഒരു കാര്യമാണ്. ഒരാള് ഭക്ഷണം മോഷ്ടിച്ചു എന്ന് പറയുന്നത്, പ്രത്യേകിച്ച് അവർ ചെയ്യാതിരിക്കുമ്പോൾ അങ്ങനെ പറയുന്നത് വളരെ മോശമാണ്. അവരത് ചെയ്തിട്ടുണ്ടെങ്കിൽ എല്ലാവരുടെയും റേഷനാണ്, ഒരാൾ മാത്രം മോഷ്ടിച്ച് കഴിക്കുന്നത് തെറ്റാണ് എന്ന് നമുക്ക് പറയാം. അവരത് ചെയ്തിട്ടില്ല, ചപ്പാത്തി അവരെടുത്തിട്ടില്ല. പക്ഷെ അത് ലാലേട്ടൻ പ്രൂവ് ചെയ്ത് കാണിച്ചിട്ടും വീണ്ടും രണ അത് വിളിച്ചത് തെറ്റായി പോയെന്ന് നമ്മൾ ഇന്നലെ പറഞ്ഞിരുന്നു. പക്ഷെ ഇന്ന് രാവിലെ എന്ത് സംഭവിച്ചു എന്ന് വെച്ചാൽ, ഇന്ന് രണ ഫാത്തിമയ്ക്ക് കള്ളി എന്ന പേര് കിട്ടി. എന്തിനാണെന്നറിയാമോ? ചീസ് മോഷ്ടിച്ചു എന്ന് പറഞ്ഞിട്ട് വിളിച്ചതാരാണ്? നമ്മുടെ ഷാനവാസ്. അതിന് കാരണം എന്താ? ഷാനവാസ് ഒരു ഓറഞ്ച് എടുത്ത് കട്ട് ചെയ്ത് എല്ലാവർക്കും കൊടുത്തത് അപ്പാനിയുടെ ടീം ഈ ഓറഞ്ച് ആരാണ് എടുത്തതെന്ന് ചോദിച്ചപ്പോൾ രണ ഫാത്തിമ ഷാനവാസ് ആണെന്ന് പറഞ്ഞിട്ട് അവിടെ അവതരിപ്പിച്ചു. ലൈവിലാണ് നടന്നത്. അപ്പോൾ സ്വാഭാവികമായിട്ട് ഷാനവാസ് ഉടനെ തന്നെ എന്ത് ചെയ്തു? നീ ചീസ് അടിച്ചു മാറ്റിയില്ലേ, മോഷ്ടിച്ചവളല്ലേ, നീ ചീസ് കള്ളിയല്ലേ എന്നും പറഞ്ഞുകൊണ്ട് ഷാനവാസ് ചാടി വീണു രണ ഫാത്തിമയെ കള്ളിയാക്കി. രണ ഫാത്തിമയ്ക്ക് സമ്മതിക്കേണ്ടി വന്നു, താൻ ചീസ് എടുത്തു, താൻ അത് ഫ്രിഡ്ജിനകത്താണെങ്കിലും മാറ്റി വെച്ചു എന്ന് സമ്മതിക്കേണ്ടി വരുന്നു. അത് മോഷണമാണെന്നൊന്നും ഞാൻ പറയുന്നില്ല. പക്ഷെ ഇവിടെ ഈ നമ്മുടെ ചില പ്രവൃത്തികളുണ്ടല്ലോ, അതിനുള്ള തിരിച്ചടി നമുക്ക് ഉടനെ കിട്ടുന്നു എന്നുള്ളതാണ്. ഇപ്പൊ ഇന്നലെ വഴക്കുണ്ടായി, അനുവിന്റെ ഭാഗത്തും തെറ്റുണ്ട്, കൂടുതലും പ്രശ്നം ഉണ്ടാക്കാൻ പോയത് രണ ഫാത്തിമയാണ്, ഇതെല്ലാം ശരിയാണ്. പക്ഷെ അതിനിടയിൽ ഈ ചപ്പാത്തി കള്ളി എന്നൊക്കെ വിളിച്ചത് വളരെ മോശമായി പോയി. ഒരാളെ വളരെയധികം നമ്മൾ വ്യക്തിഹത്യ നടത്തുന്നതാണ്. ആ വ്യക്തി ചെയ്യാത്തൊരു കുറ്റം. അനുമോൾ അത് ചെയ്തിട്ടില്ല. ചെയ്തെങ്കിൽ പിന്നെ നമുക്ക് ന്യായമുണ്ട് പറയാനായിട്ട്. ചെയ്യാത്തൊരു കാര്യത്തിന്റെ പേരിൽ ഒരാളെ കുറ്റപ്പെടുത്തുക എന്ന് പറയുന്നത് വളരെ മോശമാണ്. ആ ഒരു വ്യക്തിക്ക്, അങ്ങനെ ചെയ്ത വ്യക്തിക്ക് ഇന്ന് ഏതാണ്ട് മണിക്കൂറുകൾ കഴിയുമ്പോൾ തന്നെ അവരൊരു മോഷണം നടത്തി എന്ന് അവർക്ക് സമ്മതിക്കേണ്ടി വരികയാണ്. അവരെ കള്ളി എന്ന് മറ്റൊരാൾ വിളിക്കേണ്ടി വരികയാണ്. ചില സമയങ്ങളിൽ ഈ കർമ്മ എന്ന് പറയുന്ന സാധനം അത് കയ്യോടെ കിട്ടും. കൂടുതൽ അപ്ഡേറ്റ്സുമായി വീണ്ടും വരാം.